കർക്കിടകം നാലമ്പല ദർശനത്തിന്റെ പുണ്യമാസം. രാമായണത്തിന്റെ പുണ്യം വഴിഞ്ഞൊഴുകുന്ന ഈ മാസത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പലങ്ങളിലൂടെ ഒരു യാത്ര പോകാം. 5 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കുന്നത്. പോകാം ട്രാവൻകൂർ ന്യൂസിനൊപ്പം രാമന്റെ പുരമെന്ന രാമപുരത്തിന്റെ നാലമ്പല വിശുദ്ധിയിലേക്ക്. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹരി ഓം. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശനം നടത്തുന്നത് മുജ്ജന്മ ദോഷപരിഹാരത്തിനും ഉദ്ദിഷ്ട സന്താന സൗഭാഗ്യത്തിനും രോഗ ദുഃഖ ദുരിത നിവാരണങ്ങൾക്കും അത്യുത്തമമാണെന്നുള്ള പൂർവികമായ ഒരു വിശ്വാസവും ആചാരവും നിലനിൽക്കുന്നതുകൊണ്ടാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ഈ കർക്കിടക മാസത്തിൽ, പ്രത്യേകിച്ച് രാമായണ മാസമായി ആചരിക്കുമ്പോൾ കേരളത്തിന് പുറത്തുനിന്നുമായി ആയിരക്കണക്കിനായ ഭക്തജനങ്ങൾ തീർത്ഥാടകരായി ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. രാമപുരത്ത് ആദ്യം ദർശനം നടത്തും. അതിനുശേഷം ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമായ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷം മൂന്നാമതെത്തുന്ന സ്ഥലമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. അമനകര ഭരതസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം, മേതിരി. 4 ക്ഷേത്ര ദർശനങ്ങളും നടത്തുവാൻ വളരെ എളുപ്പമാണ്. രാമപുരത്തെ നാലമ്പല ദർശനത്തിലുള്ള ഒരു പ്രത്യേകതയും അതാണ്. എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ വന്നാൽ കുറഞ്ഞ ദൂരമാണ്. ഓരോ ക്ഷേത്രങ്ങളും തമ്മിലുള്ള ദൂരം 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, മാക്സിമം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ 4 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനും ദർശനം നടത്തുവാനും ഉള്ള സൗകര്യമുണ്ട്. തിരിച്ച് ഇങ്ങനെ 3-4 സ്ഥലത്തും ദർശനം നടത്തി 4ാമത് വീണ്ടും ശ്രീരാമ സന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഗ്രാമപ്രദക്ഷിണം കൂടി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സൗകര്യം ഭാരതത്തിൽ മറ്റെവിടെയുമില്ല എന്നുള്ളതാണ് രാമപുരത്തിന്റെ തനതായ പ്രത്യേകത. അതുമാത്രമല്ല, പ്രകൃതി രമണീയമായ ഒരു ഗ്രാമപ്രദേശം, ആ ഗ്രാമഭംഗിയും ഒക്കെ ആസ്വദിച്ച് എല്ലാവർക്കും നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നല്ല വഴികൾ, നല്ല സഞ്ചാരയോഗ്യമായ റോഡുകളാണ്. നാലമ്പല ദർശനം എന്ന സ്കീം കേരള നിയമസഭയിൽ വെച്ച് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ KM മാണി സാറിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു എന്നുകൂടി നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഫണ്ട് അനുവദിക്കുകയും ഈ ക്ഷേത്രത്തിന്റെ പ്രദേശങ്ങളിലുള്ള എല്ലാ റോഡുകളും അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് സഞ്ചാരയോഗ്യമായ അതേപോലെ ഈ ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ച്, രാമപുരത്തെ നാലമ്പല ദർശനത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചരിത്രപരമായും പൗരാണികമായും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, ശ്രീരാമചന്ദ്രപ്രഭു സീതാപരിത്യാഗത്തിന് ശേഷം അങ്ങനെ വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് വളരെ ഉചിതമായൊരു സ്ഥലം കണ്ടെത്തി. അതാണ് രാമപുരം. ആ രാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. ഒരു പഞ്ചായത്തിന്റെ 4 കേന്ദ്രങ്ങളിലാണ്, 4 വാർഡുകളിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ രാമപുരത്ത് ശ്രീരാമ ഭഗവാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അങ്ങനെ വാസമുറപ്പിച്ചു എന്നും സഹോദരന്മാർ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അതാത് സ്ഥലത്ത് കൂടപ്പലം, അമനകര, മേതിരി എന്നീ 3 സ്ഥലങ്ങളിലും സഹോദരന്മാരും താമസമുറപ്പിച്ചു എന്നാണ് വളരെ മുമ്പ് തന്നെ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം. ശബരിമല ദർശനത്തിന് പോകുന്ന തീർത്ഥാടകർ, വടക്കുനിന്ന് എത്തുന്ന യാത്രികർ
മുഴുവനും നടന്നു പോകുന്ന അവരുടെ തീർത്ഥാടകരുടെ ഒരു കാനന പാതയായിരുന്നു ഒരു കാലത്ത് ശ്രീരാമസ്വാമിയുടെയും ഭരതസ്വാമിയുടെയും ആ സന്നിധിയിൽ കൂടി കടന്നു എരുമേലിലേക്ക് പോകുന്ന ആ മാർഗം ഇന്ന് വലിയ റോഡായി വികസിച്ചിട്ടുണ്ടെങ്കിലും പണ്ട് കാൽനടയായി പോയിരുന്ന യാത്രയാണ്. അപ്പോൾ പമ്പയെ ലക്ഷ്യമാക്കിയാണ് ശ്രീരാമചന്ദ്രപ്രഭു യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പമ്പയുമായി ബന്ധപ്പെട്ട് ശ്രീരാമനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യമുള്ളത് അവിടെ ഋഷ്യമുഖാചലം എന്ന് പറയുന്നത് പമ്പാതീരത്താണ്. അവിടെയാണ് ബാലി സുഗ്രീവ യുദ്ധം കഴിഞ്ഞ് ബാലിയെ പേടിച്ച് സുഗ്രീവൻ ആ ഋഷ്യമുഖാചലത്തിൽ അങ്ങനെ വാണിരുന്നു എന്നാണ്. ആ ഋഷ്യമുഖാചലവും പമ്പയിലാണ്, പമ്പ സരസിലാണ് എന്നതും നമുക്കറിയാം. രാമപുരം ത്രേതായുഗത്തോളം പഴക്കമുള്ളതായി ആയിരത്താണ്ടുകൾ ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇവിടെ ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു തപോഭൂമിയായ കർമ്മഭൂമിയാണ്, താപസേശ്വരന്മാർ നിലനിന്നിരുന്ന ഭൂമിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലക്ഷക്കണക്കിനായ തീർത്ഥാടകർ രാമപുരത്തെ പുണ്യഭൂമിയിലേക്ക് രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും പദാരബിന്ദങ്ങളിൽ തൊട്ടുനമിച്ചുകൊണ്ട് അനുഗ്രഹം തേടി അവരുടെ പൂർവ്വജന്മ സുഹൃതമായി ഇവിടെ എത്തിച്ചേരുകയാണ്. നാളെ മറക്കാതെ കാണാം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര വിശേഷങ്ങൾ.